നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂരിന്റെ മരണ വാർത്തയിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ എത്തുകയാണ്. മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നത് അത്ര നല്ലതല്ല. പക്ഷേ എങ്കിലും ഇവിടെ ഒരമ്മയുടെ വേദനയാണ്. സ്വന്തം മകളെ മൃഗീയമായി കൊലപാതകം നടത്തി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്കു വേണ്ടി നിന്ന ഒരു അഭിഭാഷകൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ അമ്മ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ആളൂർ മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തുറന്നു സമ്മതിക്കുകയാണ് സൗമ്യയുടെ അമ്മ. മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളൂർ വക്കീൽ മരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്ന് സൗമ്യയുടെ അമ്മ പ്രതികരിക്കുകയാണ്. ഒരു പ്രാദേശിക ചാനലിനോടായിരുന്നു സൗമ്യയുടെ അമ്മയുടെ ഈ പ്രതികരണം. ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത്. ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി. ആളൂരാൻ വക്കീൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. അയാൾ കുറെ പണമുണ്ടാക്കി, ഇതൊന്നും അയാൾ പോകുമ്പോൾ കൊണ്ടുപോയില്ലല്ലോ എന്നും സൗമ്യയുടെ അമ്മ ചോദിക്കുകയാണ്. സൗമ്യയുടെ അമ്മ പറയുമ്പോൾ ആ അമ്മയുടെ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അമ്മയുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അമ്മയുടെ മനസ്സുരുകി ഈ ഒരു കാര്യം പറയുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കും. ആ അമ്മയുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കും. ഏറ്റവും ഒടുവിലത്തെ ആളൂരിന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തു വരുമ്പോൾ അതിന് താഴെയും പലതരത്തിലുള്ള കമന്റുകൾ വരികയാണ്. ദൈവം പ്രാർത്ഥന കേട്ടു, ക്രിമിനൽമാർക്ക് വേണ്ടി ഇനി വാദിക്കാൻ ആരുണ്ട്, ക്രിമിനൽമാരുടെ ദൈവമല്ലേ, എന്താ അവർ രക്ഷിച്ചില്ലേ, ദൈവം ഇത്തരം അമ്മമാരുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നൊക്കെ തന്നെ പറയുന്നു. ആദ്യമായിട്ടാണ് ഒരു മരണ വാർത്ത കേട്ട് സന്തോഷിക്കുന്നതടക്കമുള്ള അനവധി കമന്റുകളാണ് ഈ ആളൂരിന്റെ മരണശേഷം ആളൂരിന്റെ ചിത്രമടക്കമുള്ളവ, മൃതദേഹത്തിന്റെ ചിത്രമടക്കമുള്ളവ പുറത്തു വരുന്നത്. അതിലൊക്കെ താഴെ വരുന്ന കമന്റുകളൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ്. ഏതായാലും സൗമ്യയുടെ അമ്മയുടെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. എന്റെ മകളുടെ കേസിലെ പ്രതിക്ക് വേണ്ടി ആളൂർ വാദിക്കാൻ വന്നു. ഞാൻ അയാളോട് പലതവണ കെഞ്ചി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കും ഒരു മകൾ ഉണ്ടെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേദന മനസ്സിലാകൂ എന്ന്. നിങ്ങൾക്ക് മകൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ വേദന മനസ്സിലാവുകയുള്ളൂ. അന്ന് മുതൽ ഇന്നുവരെ ഗോവിന്ദച്ചാമി മരിക്കാനും ആ ആളൂർ വക്കീൽ ഒരാളുടെ കേസ് വാദിക്കാതെ മരണം അയാളെ കവരണമെന്നും ഞാൻ പ്രാർത്ഥിക്കാൻ ദിവസം ഉണ്ടായിട്ടില്ല. ഞാൻ അയാളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത്. ആ വാക്ക് എന്റെ ചെവിയിൽ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ചാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആളൂരിന്റെ മുഖത്ത് നോക്കി സൗമ്യയുടെ അമ്മ അന്ന് പ്രാർത്ഥിച്ചത്. സന്തോഷവുമുണ്ട്, ഒപ്പം സങ്കടവുമുണ്ട്. പല കാര്യങ്ങളും ഓർത്താണ് സങ്കടം. അയാൾ കുറെ പണമുണ്ടാക്കി, ഇതൊന്നും അയാൾ പോകുമ്പോൾ കൊണ്ടുപോയില്ലല്ലോ. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന പലരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദച്ചാമിയുടെ മരണം. ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത്. ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി. ആളൂരാൻ വക്കീല ഒഴിഞ്ഞു പോയതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നുവെന്നാണ് സൗമ്യയുടെ അമ്മ പറയുന്നത്. സൗമ്യയുടെ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ മോളുടെ കേസിൻ്റെ സൗമ്യയുടെ കേസിന് വേണ്ടിയിട്ട് ആള് വാദിക്കാൻ വന്നു. ആള് വാദിച്ചു. കേസ് എല്ലാ രീതിയിലും പല വഴിയിൽ ഇതായിപ്പോയി. അന്ന് മുതൽ സുപ്രീം കോടതി ഈ കേസ് ഇതായി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ. നിങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ, ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാ വേദന നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വക്കീൽ ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളുടെയും ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ വാക്ക് ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതെനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാണ്, ആളൂരാൻ ഇനിയൊരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീൽ, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീൽ തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറേ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാളെ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദച്ചാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിരിക്കും. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി പറയണം ഞാൻ. അതേസമയം ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്ന അഡ്വക്കേറ്റ് ആളൂരായിരുന്നു
ആ ഒരു കേസിലും ഏറ്റവും ഒടുവിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഈ കേസിൽ ആളൂരിനൊപ്പം സഹായിച്ചിരുന്നത് അഡ്വക്കേറ്റ് PG മനുവായിരുന്നു. ഈ കേസിൽ ഒരുമിച്ച് സഹകരിച്ച വരവെയാണ് PG മനു ആത്മഹത്യ ചെയ്യുന്നത്. വീണ്ടും പീഡന കേസിൽ പ്രതിയാകുമെന്ന ഭയത്താലായിരുന്നു മനുവിന്റെ ആത്മഹത്യ. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് മനുവിന്റെ ആത്മഹത്യയും. മനുവിന്റെ മരണത്തിന് ശേഷം 2 ആഴ്ച പിന്നിടുമ്പോഴാണ് അഡ്വക്കേറ്റ് ആളൂരിന്റെ അകാല മരണവും സംഭവിച്ചിരിക്കുന്നത്. വൃക്ക രോഗത്തെ തുടർന്നാണ് ആളൂരിന്റെ മരണം. പീഡന കേസിൽ പ്രതിയായിരുന്ന അഡ്വക്കേറ്റ് PG മനുവിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ആളൂരായിരുന്നു. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിന്റെ നടത്തിപ്പിനായാണ് കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് 2 മാസം മുമ്പ് വാടക വീടെടുത്ത് മനു താമസം തുടങ്ങിയത്. ഇവിടെയാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പീഡന കേസിൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമോ എന്ന മാനസിക സംഘർഷം കാരണമായിരിക്കാം മനു ആത്മഹത്യ ചെയ്തത് എന്നാണ് അന്ന് സഹപ്രവർത്തകൻ കൂടിയായ അഡ്വക്കേറ്റ് BA ആളൂർ വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയയിലെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി തനിക്കെതിരെ വരുന്നുണ്ട് എന്ന പേടി കാരണമാകാം മനു ജീവനൊടുക്കിയത്. അതിന്റെ മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ജൂനിയർ അഭിഭാഷകൻ വന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മനുവിനെതിരെ ഇല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. ആദ്യം ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സുപ്രീം കോടതിയിൽ വരെ പോയിട്ടും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നില്ല. തുടർന്ന് 59 ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യം കിട്ടിയത്. രണ്ടാമതും കേസ് വന്നാൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്ന മാനസിക സംഘർഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതായിരിക്കാം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനുള്ള കാരണമെന്നാണ് അന്ന് ആളൂർ പറഞ്ഞത്. ഈ കേസിൽ നടന്നത് ബ്ലാക്ക് മെയിൽ ആണ് എന്ന വാദമായിരുന്നു ആളൂരിന്റേത്. ഇത് ശരിവെച്ച പിന്നീട് ആത്മഹത്യ പ്രേരണ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ജോൺസൺ ജോയിയുടെ നിരന്തര പ്രേരണയിലാണ് PJ മനു ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അഡ്വക്കേറ്റ് വന്ദനാദാസ് കേസിലായിരിക്കും അഡ്വക്കേറ്റ് ആളൂർ അവസാന കാലങ്ങളായി കൈകാര്യം ചെയ്തതെന്ന പ്രഥമ കേസിൽ ഒന്ന്. ഫെബ്രുവരി 1 ട്രെയിനിൽ യാത്രക്കിടെ സൗമ്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായതോടുകൂടിയാണ് BA ആളൂർ എന്ന അഭിഭാഷകനെ മലയാളികൾക്ക് ശ്രദ്ധേയമാകുന്നത്. മാധ്യമങ്ങളിലടക്കം ആളൂരിന്റെ പേര് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂർ എങ്ങനെ ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകനായി എന്നതിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട്. സൗമ്യ കേസിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചപ്പോഴും കേരള ഹൈക്കോടതി ആ വിധി ശരിവെച്ചപ്പോഴും ആളുകൾ ആളൂരിനെ കൂകി വിളിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ കളി മാറി. ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആളൂർ എന്ന വക്കീലിന് സാധിച്ചു. ഇതോടെ ആളൂർ ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകപ്പെട്ട ഒരു വക്കീലായി മാറുകയായിരുന്നു. മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന എല്ലാ കേസുകളിലും പ്രതികളെ അങ്ങോട്ട് സമീപിച്ച് അഭിഭാഷകനാകാൻ ആളൂർ തയ്യാറായതും തികച്ചും യാദൃച്ഛികമെന്ന് പറയാതെ വയ്യ. മാത്രവുമല്ല തനിക്ക് ആളാകണം എന്നുള്ള ചിന്ത മാത്രമാണ് ആളൂരിനുണ്ടാകുന്നത്. ദിലീപ് കേസിൽ ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ തന്നെ എടുത്ത് തലയിൽ വെക്കുന്ന കാര്യവും നമ്മൾ കണ്ടു. അവസാനമായ ആളൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഈ പറയുന്ന ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെയാണ്. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനിയുടെ കേസിലും ആളൂർ പ്രതിക്ക് വേണ്ടി ഹാജരായി. പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് വേണ്ടിയും ഇൻഫോസിസ് വധക്കേസ് പ്രതി ബബൻ സൈക്കിക്ക് വേണ്ടിയും ഹാജരായി. ഇലന്തൂർ നരബലി കേസിലും പ്രതിയുടെ അഭിഭാഷകൻ ആളൂർ തന്നെയാണ്. 1999 അഭിഭാഷകനായി എൻറോൾ ചെയ്ത ആളൂർ തുടക്കകാലത്ത് കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു. ആദ്യം മുതലേ ക്രിമിനൽ കേസുകളോട് താല്പര്യം. എന്നാൽ കേരളം വിട്ട് പൂനെയിലേക്ക് ചേക്കേറുകയെന്നതോടുകൂടി ആളൂരിന്റെ ജീവിതം മാറിമറിയുകയായിരുന്നു. ഇത്രയും പ്രമാദമായ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ആളൂർ വിവാഹം കഴിച്ചിരുന്നില്ല. തന്റെ പ്രൊഫഷനാണ് വിവാഹം കഴിക്കാത്തതിന് കാരണമെന്ന് ആളൂർ പറയുന്നു. വിവാഹം തന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. തനിക്ക് രസകരമായി ജീവിക്കാനും കേസിന് പുറകെ ജീവിക്കാനും ഒക്കെ ഭാര്യയും കുട്ടികളും ഒക്കെ തന്നെ ഒരു തലവേദനയായി മാറുമെന്ന് ആളൂർ പറഞ്ഞിരുന്നു. എന്തായാലും ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആളൂർ പറഞ്ഞത്. പലപ്പോഴും വിവാദ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയയുടെ വിമർശനം നേരിടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. മരിക്കുമ്പോഴും അതേ വിമർശനം കൂടുതൽ ശക്തമായി തന്നെ നേരിടുന്നുണ്ട്.